എല്ലാവർക്കും നമസ്കാരം. പൈനാപ്പിൾ പച്ചടിയാണ് മിഥുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടാനാണ് കേട്ടോ. അതും കുഞ്ഞു പൈനാപ്പിളായി പോയി മേടിച്ചത്, പക്ഷെ ഉള്ളതും കൊണ്ട് ഓണം പോലെ തീരുമാനിച്ചു. ഇവിടെ പൈനാപ്പിൾ മാത്രമേ ചേർക്കുള്ളൂ. പൈനാപ്പിളിന്റെ കൂടെ നേന്ത്രപ്പഴം ചേർക്കാം, മത്തങ്ങ ചേർക്കാം, തക്കാളി ചേർക്കാം, ഇതെല്ലാം കൂടെ ചേർക്കാം. എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷെ ഞാൻ ഇവർക്കൊക്കെ ഇങ്ങനെയാണ് ഇഷ്ടം. അപ്പൊ ഒരു കുഞ്ഞു പൈനാപ്പിള് എനിക്ക് മാത്രം. ഞാൻ അതിന് നിൽക്കണമല്ല, ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്തിട്ട് വേവിക്കണം. അതൊക്കെ വന്നു. പക്ഷെ ഇതുണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കണ രീതിയിൽ ഉണ്ടാക്കി വരുമ്പോ ഇത്തിരിയേ ഉണ്ടാവുള്ളൂ. ഉപ്പ് മതി മതി, വേണമെങ്കിൽ ചേർക്കാം. പായസാന്ന് വിചാരിച്ചു വന്നതാ ബാബ, പൈനാപ്പിൾ പച്ചടി. അപ്പൊ മുളക് പൊടി സുമേച്ച് ഇത്തിരി ലാവിഷായിട്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നു. അത് ഇന്ന് പായസമല്ല, ഇന്നലെ പായസം വീഡിയോ കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പായസത്തിന്റെ വീഡിയോ കണ്ടപ്പോ ഇന്നിപ്പോ എന്തായാലും ഓണത്തിന് എങ്ങനെ പോയാലും 2-3 ടൈപ്പ് പായസം ഉണ്ടാവുമല്ലോ. അതുണ്ടല്ലോ. അല്ല, ഞാനേ ഇന്ന് പായസം വെക്കാൻ എന്നോട് പറഞ്ഞതാ എന്തെങ്കിലും. ഇന്ന് മൊത്തം ഞങ്ങളൊരു ഓട്ടത്തിലായിരിക്കും. അതെ, ഇനി ഇതൊന്ന് വേവട്ടെ, നല്ല പോലെ വേവണം, വെന്തിട്ട് കാണാം. അപ്പൊ ആ സമയം കൊണ്ട് നാളികേരവും പച്ചമുളകും കടുകും കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാൻ ചെയ്യുന്ന പച്ചടിയിൽ ഞാൻ തൈര്, പുളി ഒന്നും ചേർക്കാറില്ല. ഇത്രയും മാത്രമേ ഉള്ളൂ. കാരണം പൈനാപ്പിളിന്റെ ഒരു പുളി ഉണ്ട്, അതേ അതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നല്ല വെണ്ണ പോലെ അരക്കണം. അരച്ചിട്ട് വരട്ടെ കേട്ടോ. മിസ്റ്റർ പറവൂർ ഗോപകുമാർ, കാഞ്ചി കാമക്കോടി ആസ്ഥാന വിദ്വൻ, ഗ്രേഡഡ് ആർട്ടിസ്റ്റ് പറവൂർ ഗോപകുമാർ, താങ്കൾ ഇതുപോലെ പൈനാപ്പിൾ പച്ചടി വയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒന്ന് നമ്മുടെ ചങ്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കും? അത്ര ഉള്ള കാര്യം. നമ്മൾ പൈനാപ്പിൾ ആദ്യം ഇടും, ഇത്തിരി വെള്ളം ഒഴിക്കും, ഇത്തിരി ഉപ്പും. അല്ല, കണ്ടേറ്റല്ല, അത് നമ്മളെ ഇറക്കുമല്ലോ. പിന്നെ അടുത്ത് തേങ്ങ കൂടി ചേർക്കും, ഇത്തിരി മോരൊഴിക്കും. ഇത്തിരി മോരൊഴിച്ചു കഴിഞ്ഞാൽ അത് മറ്റേ മോര് കൂട്ടാനായി പോകില്ല. തേങ്ങ മാത്രം മതി. കരിക്കല്ലേ? അല്ല, കരിക്കല്ല, തേങ്ങ തന്നെ ചേർക്കും. അത് മതി. അതിട്ടിട്ട് ഒന്ന് സെറ്റാക്കി കുക്കറിൽ വെച്ച് ഒരുമിച്ച് അങ്ങനെ വേവി. അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് ഗോപൻ ഉണ്ടാക്കുന്ന പച്ചടി. പക്ഷെ ഇത് വേറെ സ്പെഷ്യൽ പച്ചടിയാണ്. ഇത് ശ്രദ്ധയോടെ കണ്ടോളൂ. കഷ്ണം വെന്തു. ഇത്തിരി പഞ്ചസാര ചേർക്കട്ടോ. ഞാൻ ശർക്കര ചേർക്കാറില്ല. വാസന വരണ്ടല്ലോ നല്ല. പൈനാപ്പിളിന് ചിലർക്ക് അലർജി ഉണ്ടാവും, പഞ്ചസാര ചേർത്താൽ അത് മാറിക്കോളും. അപ്പൊ ഞാനൊരു ഒരു സ്പൂൺ പഞ്ചസാര അതിൽ ചേർക്കും. പൈനാപ്പിളില് പഞ്ചസാര ചേർത്താൽ നോ അലർജി. അപ്പൊ നമ്മുടെ പൈനാപ്പിൾ ഇതാ പഞ്ചസാരയും ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയിലൊക്കെ കിടന്ന് വെന്ത് അതിങ്ങനെ വരണ്ട് വരണം. അതാണ് അതിന്റെ ഒരു കറക്റ്റ് സ്വാദ്. ഈ സമയത്ത് ഞാൻ അതിലേക്ക് അരച്ച നാളികേരം കൂടെ ചേർക്കുകയാണ് കേട്ടോ. ഇതില് നാളികേരം ഉണ്ട്, പച്ചമുളക് ഉണ്ട്, കടുക് ഉണ്ട് കേട്ടോ. തൈരൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ കൂടി ഒരുമിച്ചിട്ടിട്ട് അങ്ങനെ കല്ലും. അതെ, ഇനി ഇദ്ദേഹം ഇവിടെ കിടന്ന് ഇങ്ങനെ വറ്റി ഡ്രൈ ആയിട്ട് വരണം. അപ്പൊ നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഞാനത് ചോദിക്കാനിരിക്കുന്നു. മുന്തിരി ഇടണ്ടേന്നല്ലേ? പച്ചക്കളറല്ല, കറുപ്പ് മുന്തിരി. അതല്ല അതിന്റെ ഭംഗി. ചാത്തനാട് പച്ചനാട്. അതെ, ചാത്തനാട് പച്ച പഴുത്ത് വരുമ്പോഴാണല്ലോ കറക്കുന്നു. അല്ല, ചിലത് ഇപ്പൊ ഈ അടുത്ത് ഏത് സദ്യ കഴിച്ചപ്പം മറ്റേ തൊലി കളഞ്ഞിട്ട് മറ്റേ ഇത് മാത്രമേ ഉള്ളിലെ മാത്രമേ. ആക്ച്വലി മുന്തിരി ചേർത്ത് എന്റെ ഒരു രീതിയിൽ ഞാൻ മുന്തിരി ഒരിക്കലും ചൂടാക്കാറില്ല. ഇത് വറ്റി ഓഫ് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിൽ മുന്തിരി ഇടും, എന്നിട്ട് കടുക് വറുത്ത് അതിന്റെ മുകളിൽ വെക്കും. അങ്ങനെയാണ് എന്റെ ഒരു രീതി. അത്രേ ഉള്ളൂ. ഗോപന്റെ രീതി എങ്ങനെയാണ്? ഞാൻ ആദ്യം തന്നെ എല്ലാം തിളപ്പിച്ച് റെഡിയാക്കിയിട്ട് അതിന്റെ മുകളിൽ കടുക് കൊടുക്കും. പെട്ടെന്ന് കഴിയും. ഇത്തവണ ഒറ്റയ്ക്ക് ഓണസദ്യ ഉണ്ടാക്കണല്ലോ. ഓണസദ്യ വെക്കാറും ഏൽപ്പിക്കലായിരിക്കും. നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ സദ്യക്കാരുണ്ടല്ലോ. അവിടെ നല്ലൊരു കുക്ക് വീട്ടിലില്ലേ അമ്മ? ഗോപന്റെ അമ്മ നല്ല കുക്കാട്ടോ. മധുചേട്ടനെ എപ്പോഴും പറയില്ലേ, അമ്മ വെക്കണ ഞണ്ട് കറി ഭയങ്കര സ്വാദാണെന്ന്. ചൊരക്ക ഇഷ്ടം. കഴിഞ്ഞ ദിവസം നല്ലൊരു കുക്കാണ് കേട്ടോ. അവന് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഇട്ട് റെഡിയാക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിക്കൻ കഴിക്കാൻ തോന്നുന്നു പറഞ്ഞിട്ട് ഉണ്ടാക്കി. ചിക്കൻ പോയി രാത്രി ഞാൻ വരാപ്പുഴ മാർക്കറ്റിൽ പോയി ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നു. അവർക്ക് ശരിയാക്കി. ലൈസൻസ് പാസ്സായതിന് കൺഗ്രാജുലേഷൻ അറിയിച്ചോ. സത്യത്തില് കുട്ടികളൊക്കെ സ്വയം പര്യാപ്തമാവും, അമ്മമാരൊന്ന് മാറിയുന്ന സത്യം. ഇപ്പൊ ഞാൻ മുട്ട വാങ്ങിച്ചിട്ടുണ്ട്, 20 മുട്ട. കഴിഞ്ഞ ദിവസം മുട്ട വാങ്ങിച്ചു. ഇന്നിപ്പോ അമ്മ എന്നോട് പറഞ്ഞു
ഇവിടെ വെളിച്ചെണ്ണ ഒരു പാക്കറ്റും കൂടി വാങ്ങണം, വെളിച്ചെണ്ണ തീർന്നു. ഒരാഴ്ച ആയില്ലല്ലോ വെളിച്ചെണ്ണ വെച്ചിട്ട് എന്താ അല്ല, ഇവിടെ രണ്ടുപേരും മാറി മാറി മത്സരമാണ് മുട്ട പൊരിക്കാൻ. അതെന്താ വെച്ചാൽ രണ്ടുപേരും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായതുകൊണ്ട് ചെറുനീനല്ലേ ചേട്ടൻ പൊരിച്ചു കഴിഞ്ഞാൽ അനിയന് പൊരിച്ചു കൊടുക്കൂല. അപ്പൊ അനിയന്റെ അനിയൻ പൊരിക്കും. അപ്പൊ അനിയന് അത്യാവശ്യം വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് വേണം. മത്ത കുത്തിയ കുമ്പം മുളക്കില്ല, ഗോപന്റെ സ്വഭാവല്ലേ. അല്ല, പിള്ളേരൊക്കെ എല്ലാം സ്വന്തമായിട്ട് ചെയ്യണത് അതൊരു നല്ല കാര്യല്ലേ. ഇവിടെ എന്റെ മക്കള് ചെറുതിലെ എല്ലാം സ്വന്തമായി ചെയ്തിരുന്ന ആൾക്കാരാണ്. ഒരു കാര്യത്തിനും എന്നെ വിളിച്ചിട്ടില്ല, ശല്യപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ ക്ലാസ്സും തിരക്കുകളും കല്ലി സുമേച്ചി വന്നപ്പോഴാണ്. എന്റെ മോളിപ്പോഴും കുക്ക് ചെയ്യും. അല്ല, കുക്കിങ്ങിന്റെ ഇന്നും കൂടി എനിക്ക് കുക്ക് ചെയ്താന്ന്. എന്തൊട്ട് തേങ്ങ. എന്റെ മോനും അതെ കുക്ക് ചെയ്യും. ആകാശം ഉണ്ടാക്കും, നല്ല അസല് കാപ്പി ഉണ്ടാക്കും, അടിപൊളിയാ. മിതു എല്ലാം കുക്ക് ചെയ്യും, നല്ല സ്വാദാണ്. പറയാൻ പറ്റൂല, പക്ഷെ ചെയ്യൂലെന്ന് മാത്രം. അപ്പോഴും മോളെ പൂച്ച പൊക്കി വെക്കാൻ പറ്റില്ല. മോളെ കുറിച്ചല്ലേ ഇപ്പൊ പറഞ്ഞത്? പൊക്കി പറഞ്ഞില്ല. അവനല്ല ആദ്യം ഉണ്ടായത്, പിന്നല്ലേ നീ വന്നത്. ഫസ്റ്റ് ആകാശം ആദ്യത്തെ കൺമണിയാണ്. നിന്നോട് ഞാൻ പറഞ്ഞു ആദ്യത്തെ ഫസ്റ്റ് പ്രിഫറൻസ് നിനക്ക് കല്യാണത്തിന് മാത്രാ, ബാക്കി എല്ലാത്തിന്റെ ആദ്യത്തെ പ്രിഫറൻസ് ആണ്. ഈ ചായ ഉണ്ടാക്കുമ്പോഴേ ചായ സാധാരണ പാൽ വെച്ചിട്ട് അതിന് വെള്ളം ഒഴിച്ച് അല്ല, ഞങ്ങൾ ഗോമൂത്രം വെച്ച ചായ ഉണ്ടാക്കും. ഇത് തിളച്ച് വരുമ്പോൾ നമ്മള് ഇട്ട് റെഡിയാക്കി എടുക്കും. ഇത് തേയില ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കും. പക്ഷെ അതേപോലെ സെയിം തന്നെ നമ്മൾ കാപ്പി വെച്ച് കഴിഞ്ഞാൽ ആ ചായ വെള്ളം ഒഴിച്ചിട്ടാ കാപ്പി, പാലില് വെള്ളം ഒഴിച്ച കാപ്പിയുടെ സ്വാദ് പോയില്ലേ? അതാണ് നമുക്കിപ്പോ കുടിക്കാം. അപ്പൊ കോഫി ഉണ്ടാക്കുമ്പോ വെള്ളം ചേർക്കരുത്, ഒട്ടും വെള്ളം ചേർക്കരുത്. അപ്പൊ ബാക്കി വഴിച്ചിട്ട് കാണിക്കാം അല്ലേ. എന്റെ മോള് അല്ലെങ്കിലും എന്റെ മോളാണ് എപ്പോഴും വയ്ക്കാറ്. പാറു ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഇവരൊക്കെ എന്നെ കുറ്റമാകുമ്പോഴേ അച്ഛൻ മാത്രം ഉണ്ടാവും എന്നെ സപ്പോർട്ട് ചെയ്യാൻ. വല്ലാണ്ട് അങ്ങടച്ച സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഇപ്പൊ എന്നോട് എങ്ങനെ കണ്ടുപിടിക്കാൻ വന്നിരിക്കണം. ഇപ്പൊ പച്ചടി റെഡിയാ, ഇനി അതിന്റെ സൗന്ദര്യവൽക്കരണ. സുന്ദരിയായ കുട്ടി ചേർക്കുന്നതിനാണോ സൗന്ദര്യവൽക്കരണം? അതെ 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 അതെ. സുന്ദരിയായ കുട്ടി ചേർക്കുന്ന മുന്തിരി കൊള്ളാലേ. ഈ മുന്തിരി മധുരമില്ലാത്ത മുന്തിരിയാണ് ഇതിൽ ഇടണമെങ്കിൽ എന്തൊരു വൃത്തികേടാവും. നല്ല മുന്തിരി അല്ലെങ്കിൽ അതിന് മാത്രം ഒരു പുളി വരും. അത് നമ്മൾ ഈ മുന്തിരി കഴിക്കുമ്പോഴേ ഒരു കൊലയില് നമ്മൾ നല്ല ടേസ്റ്റിൽ ഇങ്ങനെ നല്ല മധുരത്തിൽ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കൊടുക്കുമ്പോ ഒരെണ്ണം പൊളിക്കും. അതോട് കഴിച്ചത് പോയി. ഇതെന്ത് പറയാണ്ട് ചേർത്തേ. സോറി, താൻ ഇവിടെ ക്യാമറ വെച്ചേക്കണെന്ന് വിചാരിച്ചു. ക്യാമറ അതിനൊപ്പം വെള്ളത്തിലേക്ക് ചാടും. ചാടേണ്ടതാണ്. അപ്പൊ ഇനി കടുക് വറക്കാം. കുറച്ചും കൂടി ഇട്ടാലോ, കാണാനൊരു ഭംഗിക്ക്. ഇനി കടുവറയാണ്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇവിടെ, ഇന്ന് ചൂടാവട്ടെ. കടുവറ വെളിച്ചെണ്ണ ചൂടായി. കടുക്, 2 വറ്റൽമുളക്, കുണ്ടമുളക്, പിന്നെ നമ്മുടെ സ്വന്തം ഇതെന്താമിതോ സ്വന്തം തോട്ടത്തിലെ സ്വന്തം കറി ലീവ്സ്. അത്രേ ഉള്ളൂ. ഗ്യാസ് നമുക്ക് അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലൊഴിക്കാം. ഇത്രേ ഉള്ളൂ. നമ്മുടെ പച്ചടി റെഡിയായി. സിമ്പിൾ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മുടെ പച്ചടി റെഡി. ഇത്രേ ഉള്ളൂ. ഇന്നലത്തെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല നിങ്ങള്. ഇന്നലെ വ്യൂസ് കുറവായിരുന്നു. പരമാവധി ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തോളം നല്ല കൂട്ടല്ലേ. കൈ തരൂ. ഓണല്ലേ. എവിടെ? ഇവിടെ എന്റെ തലയിലല്ലേ. ഇങ്ങോട്ട് കൈമാറ്റ. സൂപ്പറാ. ഓഹോ, നല്ല സാധനമുണ്ട്. ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ നിങ്ങളും. തൈരും പുളിയും ഒന്നും ചേർക്കണ്ട, ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. നല്ല സ്വാദാണ്. നമ്മൾ സദ്യക്കൊക്കെ ഇങ്ങനെ വെച്ചാ അവിടെ ഇരിക്കും. എന്നെ പോലെ അതാണ് കറക്റ്റ് ഇതിന്റെ ഒരു പാകം. വച്ച ടൈം ഇരിക്കണം. ഞാൻ തൈര് ഒഴിച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. ഒഴുകി ഒന്നും വരാൻ പാടില്ല. അതെ, ആദ്യമൊക്കെ ഞാനും ചെയ്യുമ്പോ തൈര് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ പുളി ഒഴിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതാണ് കറക്റ്റായിട്ട് ഇഷ്ടപ്പെട്ടത്. ആ ടേസ്റ്റും ആ ഒരു കൺസിസ്റ്റൻസിയും ഒക്കെ. അപ്പൊ ഈ ഓണം കണ്ണഞ്ചിനാഥ് കലാകാരന്റെ പാചക കലാകാര്യത്തോടൊപ്പം എല്ലാം കാണണം എല്ലാ ദിവസവും 2 മണിക്ക്. അപ്പോ നാളെ മറ്റൊരു ഓണം വിഭവമായിട്ട് കാണാം നമുക്ക്. നമസ്തേ.